ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീമദ്ഭഗവദ്ഗീത അഷ്ടാദശോധ്യായഃ. മോക്ഷസന്യാസയോഗഃ. ഹരി ഓം. ശ്രീമദ് ഭഗവത്ഗീതയുടെ അവസാന അധ്യായവും ഗീതാസംഗ്രഹം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നതുമായ മോക്ഷസന്യാസ യോഗത്തിൻ്റെ ഉപസംഹാര ശ്ലോകങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. കഴിഞ്ഞ അധ്യായങ്ങളിൽ പ്രതിപാദിച്ച ഉപദേശങ്ങളെ മുഴുവനും ഇതിൽ സംഗ്രഹിച്ചിരിക്കുന്നതായും നമ്മൾ കണ്ടു. പരമാത്മാവായ ഭഗവാൻ ശ്രീകൃഷ്ണനും മഹാത്മാവായ അർജുനനും തമ്മിലുള്ള സംവാദം അത്ഭുതാവഹവും ആഹ്ലാദജനകവുമാണെന്ന് സഞ്ജയൻ പറയുന്നത് കഴിഞ്ഞ ശ്ലോകങ്ങളിൽ കേൾക്കുകയും ചെയ്തു. വീണ്ടും അദ്ദേഹം ധൃതരാഷ്ട്രരോട് പറയുന്നത് കേൾക്കാം. 75-ാമത്തെ ശ്ലോകം. വ്യാസപ്രസാദാത് ശ്രുതവാൻ ഏതദ്ഗുഹ്യമഹം പരം യോഗം യോഗേശ്വരാത് കൃഷ്ണാത് സാക്ഷാത് കഥയത സ്വയം. വ്യാസപ്രസാദാത് വ്യാസാനുഗ്രഹം കൊണ്ട്, പരം ഏറ്റവും, ഗുഹ്യം രഹസ്യമായ, ഏതത് യോഗം ഈ യോഗത്തെ, സ്വയം താനേ തന്നെ, കഥയതഃ ഉപദേശിക്കുന്ന, യോഗേശ്വരാത് യോഗേശ്വരനായ, കൃഷ്ണാത് ശ്രീകൃഷ്ണനിൽ നിന്ന്, അഹം ഞാൻ, സാക്ഷാത് നേരിട്ട്, ശ്രുതവാൻ കേട്ടതാണ്. വ്യാസഭഗവാന്റെ അനുഗ്രഹത്താൽ ഗുഹ്യവും പരമ ഉത്കൃഷ്ടവുമായ ഈ യോഗത്തെ യോഗേശ്വരനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉപദേശിച്ചുകൊണ്ടിരിക്കെ ഞാൻ നേരിട്ട് തന്നെ കേട്ടു. യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് വ്യാസഭഗവാൻ ധൃതരാഷ്ട്രരോട് യുദ്ധം കാണണമെങ്കിൽ തൻ്റെ യോഗശക്തി കൊണ്ട് കാഴ്ച തരാം എന്ന് പറഞ്ഞു. അദ്ദേഹം പക്ഷേ അത് സ്വീകരിച്ചില്ല. പകരം സഞ്ജയൻ മുഖേന ഇത് കേട്ടാൽ മതി എന്ന് പറഞ്ഞതനുസരിച്ച് ദിവ്യചക്ഷുസ് എന്ന പ്രഭാവം സഞ്ജയന് കൊടുക്കുകയും ചെയ്തു. അതുമൂലം ഗുഹ്യവും പരമോത്കൃഷ്ടവുമായ ഗീതോപദേശത്തെ യോഗേശ്വരനായ ശ്രീകൃഷ്ണൻ ഉപദേശിച്ചുകൊണ്ടിരിക്കെ തന്നെ ഞാൻ നേരിട്ട് കേട്ടു എന്ന് വ്യാസമഹർഷിയെ കൃതജ്ഞതയോടെ പ്രണമിച്ചുകൊണ്ട് സഞ്ജയൻ പറയുന്നു. പരമാത്മാവായ ശ്രീകൃഷ്ണൻ അർജുന സാരഥിയായി വന്നതുകൊണ്ട് തന്നെ ദുര്യോധനാദികൾക്ക് വിജയത്തിന് വകയില്ല എന്നൊക്കെ സഞ്ജയൻ സൂചിപ്പിച്ചിട്ടും അന്ധനായ ധൃതരാഷ്ട്രരുടെ ബുദ്ധിയിൽ ഒരു ചലനവും ഉണ്ടായതുമില്ല. സഞ്ജയൻ തുടരുകയാണ്. 76-ാമത്തെ ശ്ലോകം. രാജൻ സംസ്മൃത്യ സംസ്മൃത്യ സംവാദമിമമദ്ഭുതം കേശവാർജുനയോ പുണ്യം ഹൃഷ്യാമി ച മുഹുർമുഹു. രാജൻ, അല്ലയോ രാജാവേ, കേശവാർജുനയോ ശ്രീകൃഷ്ണ അർജുനന്മാരുടെ അത്ഭുതം വിസ്മയകരവും പുണ്യം വിശുദ്ധവുമായ ഇതം സംവാദം ഈ സംവാദത്തെ സംസ്മൃത്യ സംസ്മൃത്യ ഓർത്ത് ഓർത്ത് അഹം ഞാൻ മുഹു മുഹുഹു കൂടെ കൂടെ ഹൃഷ്യാമി ച ആനന്ദിക്കുകയും ചെയ്യുന്നു. ഹേ ധൃതരാഷ്ട്ര മഹാരാജാവേ, ശ്രീകൃഷ്ണാർജുനന്മാരുടെ ആശ്ചര്യകരവും പരിപാവനവുമായ ഈ സംവാദം ഓർത്തോർത്ത് വീണ്ടും വീണ്ടും ഞാൻ ഹർഷപുളകിതനായിത്തീരുന്നു. ഗീതോപദേശം കേട്ട സഞ്ജയൻ്റെ പ്രതികരണമാണ് ഇത്. കൃഷ്ണൻ്റെയും അർജുനൻ്റെയും, അതായത് നാരായണൻ്റെയും നരൻ്റെയും സംവാദം ആശ്ചര്യകരവും പരിപാവനവുമാണ്. അത് വീണ്ടും വീണ്ടും എന്നെ സന്തോഷഭരിതനാക്കുന്നു. ആവേശത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും അക്ഷയഖനിയാണ് ശ്രീമദ് ഭഗവത്ഗീത. അത് നമ്മുടെ മനസ്സിന് നൽകുന്ന ശിക്ഷണം ജീവിത പ്രശ്നങ്ങളെ നേരിടാൻ നമ്മളെ കരുത്തരാക്കും. പ്രയാസങ്ങളുടെ ഊടുവഴിയിൽ നിന്നും നമ്മളെ ഉയർത്തി ശക്തിയുടെ സിംഹാസനത്തിൽ അവരോധിക്കാൻ ഗീതാശാസ്ത്രത്തിന് കഴിയും. സഞ്ജയൻ തുടരുന്നു. 77-ാമത്തെ ശ്ലോകം. തച്ച സംസ്മൃത്യ സംസ്മൃത്യ രൂപമത്യദ്ഭുതം ഹരേ വിസ്മയോ മേ മഹാൻ രാജൻ ഹൃഷ്യാമി ച പുനഃ പുനഃ. രാജൻ, ഹേ മഹാരാജാവേ, ഹരേ ശ്രീകൃഷ്ണൻ്റെ അത്ഭുതം ആശ്ചര്യകരമായ തദരൂപം ച ആ രൂപത്തെയും സംസ്മൃത്യ സംസ്മൃത്യ ഓർക്കുന്തോറും മേ എനിക്ക് വിസ്മയ അത്ഭുതം മഹാൻ വലുതാകുന്നു. അഹം ഞാൻ പുനഃ പുനഃ വീണ്ടും വീണ്ടും ഹൃഷ്യാമി ച ആഹ്ലാദിക്കുകയും ചെയ്യുന്നു.
ശ്രീഹരിയുടെ അത്യത്ഭുതാവഹമായ വിശ്വരൂപത്തെ ഓർക്കുന്തോറും അല്ലയോ മഹാരാജാവേ, ഞാൻ വിസ്മയഭരിതനാവുന്നു. വീണ്ടും വീണ്ടും ശരീരം കോരിത്തരിക്കുകയും ചെയ്യുന്നു. ഗീതയുടെ 11-ാം അധ്യായത്തിൽ നാം കണ്ട വിശ്വരൂപത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ശ്രീകൃഷ്ണനെ ധൃതരാഷ്ട്രർ സാധാരണ മനുഷ്യനായിട്ടാണ് കരുതിയത്. സത്യം അതല്ല എന്ന് അദ്ദേഹം സഞ്ജയനിലൂടെ അറിയുന്നു. വിശ്വരൂപം അർജുനൻ കണ്ടതുപോലെ സഞ്ജയനും നേരിട്ട് കണ്ടതാണ്. ഭഗവാനെ ശരണം പ്രാപിക്കുകയാണ് എല്ലാവർക്കും ക്ഷേമകരമെന്നും ഇവിടെ സൂചിപ്പിക്കുന്നു. എല്ലാ നാമരൂപങ്ങൾക്കും എല്ലാ അനുഭവങ്ങൾക്കും എല്ലാ അവസ്ഥകൾക്കും പിന്നിൽ ഈശ്വരനെ ദർശിക്കുക എന്നത് ആനന്ദകരമാണ്, നിർവൃതിദായകമായ അനുഭവവുമാണ്. സുദൃഢമായ തൻ്റെ അഭിപ്രായം പറഞ്ഞുകൊണ്ട് സഞ്ജയൻ ഉപസംഹരിക്കുകയാണ് മോക്ഷസന്യാസയോഗത്തിൻ്റെ ശ്രീമദ് ഭഗവത്ഗീതയുടെ ഉപസംഹാര ശ്ലോകം 78-ാമത്തെ ശ്ലോകം. യത്ര യോഗേശ്വര കൃഷ്ണോ യത്ര പാർത്ഥോ ധനുർധരഃ തത്ര ശ്രീർവിജയോർഭൂതിർ ധ്രുവാ നീതിർമതിർമമ. യോഗേശ്വരഃ യോഗേശ്വരനായ കൃഷ്ണഃ ശ്രീകൃഷ്ണൻ യത്ര എവിടെയോ ധനുർധരഃ വില്ലാളിയായ പാർത്ഥഃ അർജുനനും യത്ര എവിടെയോ തത്ര അവിടെ ശ്രീ ഐശ്വര്യവും വിജയഃ വിജയവും ഭൂതിഹി അഭിവൃദ്ധിയും ധ്രുവം ഉറപ്പായ നീതിഹി നീതിയും ഉണ്ടാകുമെന്നാണ് മേ എൻ്റെ മതിഹി അഭിപ്രായം. എവിടെ യോഗേശ്വരനായ ശ്രീകൃഷ്ണനുണ്ടോ, എവിടെ ധനുർധരനായ പാർത്ഥനുണ്ടോ, അവിടെയാണ് സമ്പത്തും വിജയവും അഭിവൃദ്ധിയും ഉറച്ച നയവും ഉണ്ടാവുക എന്നത്രേ എൻ്റെ ദൃഢമായ വിശ്വാസം. 701 ശ്ലോകങ്ങളുള്ള ശ്രീമദ് ഭഗവത്ഗീതയിലെ അവസാനത്തെ ശ്ലോകമാണിത്. ഗീതയിൽ ശ്രീകൃഷ്ണൻ പരമാത്മാവിൻ്റെ പ്രതീകമാണ്. ആ അധിഷ്ഠാനത്തിലാണ് ഈ പ്രപഞ്ചലീല നടക്കുന്നത്. ശോകം കൊണ്ടും മോഹം കൊണ്ടും തകർന്ന സാധാരണ മനുഷ്യൻ്റെ പ്രതീകമാണ് അർജുനൻ. എന്നാൽ താൻ താഴെയിട്ടതായ വില്ലെടുത്ത് ഉയർത്തി വെല്ലുവിളികളെ നേരിടാൻ തയ്യാറായി നിൽക്കുമ്പോൾ ധനുർധരനായ പാർത്ഥനെ നാം കാണുന്നു. യോഗേശ്വരനായ കൃഷ്ണൻ തത്വബോധത്തെയും ധനുർധരനായ പാർത്ഥൻ കർമ്മ ഉത്സുകതയെയും സൂചിപ്പിക്കുന്നു. ആധ്യാത്മികതയും ഭൗതികതയും ഒത്തുചേരുമ്പോഴാണ് വിജയശ്രീ മംഗളങ്ങൾ ഉണ്ടാവുന്നത്. വെറും ഭൗതിക നേട്ടങ്ങൾക്ക് ശാശ്വതമായ ശാന്തിയോ സന്തോഷമോ നൽകാനാവില്ല. ആധ്യാത്മികതയ്ക്ക് മാത്രമായിട്ടും ഒന്നും ചെയ്യാനാവില്ല. രണ്ടും ഒത്തുചേരുമ്പോഴാണ് ജീവിതം സജീവമാകുന്നത്. അതിൽ നിന്നാണ് സമ്പത്തും വിജയവും അഭിവൃദ്ധിയും ഉറച്ച നയങ്ങളും ഉണ്ടാവുന്നത്. ഇത് സമ്യക്കാകും വണ്ണം ജയം നേടിയിട്ടുള്ള എല്ലാ സഞ്ജയന്മാരുടെയും എല്ലാ തത്വചിന്തകന്മാരുടെയും അഭിപ്രായവുമാണ്. ഗീത സമാപിക്കുന്നത് മമ എന്ന പദത്തിലാണ്. അതായത് എത്ര യോഗേശ്വര കൃഷ്ണോ യത്ര പാർത്ഥോ ധനുർധരഃ തത്ര ശ്രീ വിജയോ ഭൂതിർ ധ്രുവാ നീതിർ മതിർ മമ. ഗീത ആരംഭിച്ചത് ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതായുയുത്സവ മാമകാ പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ എന്ന ശ്ലോകത്തിലും. അപ്പോൾ ധർമ്മ എന്ന പദത്തിൽ ഗീത ആരംഭിച്ചു, സമാപിച്ചത് മമ എന്ന പദത്തിലും. അതിനാൽ ഗീതയുടെ ഉള്ളടക്കം മമധർമ്മ, എൻ്റെ ധർമ്മം ആണെന്ന് പറയാം. അധ്യാത്മവിദ്യയെ സാമൂഹ്യ സേവയിലൂടെ പ്രാവർത്തികമാക്കുക എന്നതാവണം ഗീത പഠിക്കുന്നവരുടെ ജീവിതവ്രതം. നമ്മളിലെ വ്യാജ മൂല്യങ്ങളെ ത്യജിക്കുമ്പോൾ യഥാർത്ഥ സ്വരൂപം, ആ ദിവ്യത്വം നമുക്ക് അനുഭവപ്പെടും. അതുതന്നെയാണ് മോക്ഷമാർഗപ്രവേശം. മോക്ഷസന്യാസയോഗം എന്ന 18-ാമത്തെ അധ്യായം ഇവിടെ സമാപിക്കുന്നു. ഓം തത്സദ്. ഇതി ശ്രീമദ്ഭഗവദ്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുനസംവാദേ മോക്ഷസന്യാസയോഗോ നാമ 18-ാദശോऽധ്യായഃ. ഇതി ശ്രീമദ്ഗീതാശാസ്ത്രം സമാപ്തം. ഓം ശാന്തി ശാന്തി ശാന്തി. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം നമോ ഭഗവതേ
ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നമ്മൾ പഠിച്ച ഈ ഗീതാപാഠങ്ങൾ ഭക്തിയോടുകൂടി ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ ഗീത ആരതിയോടെ സമർപ്പിക്കാം. ശേഷം ഗീത ആരതി. जय भगवद्गीते ॐ जय भगवद्गीते हरिः कमलविहारिणि हरिः कमलविहारिणि सुन्दर सुपुनीते ॐ जय भगवद्गीते कर्म सुमर्म प्रकाशिनि कामासक्तिहरा ॐ कामासक्तिहरा तत्त्वज्ञानविकाशिनि तत्त्वज्ञानविकाशिनि विद्या ब्रह्मपरा ॐ जय भगवद्गीते निश्चल भक्ति विधायिनि निर्मल मलहारी ॐ निर्मल मलहारी शरण रहस्य प्रदायिनि शरण रहस्य प्रदायिनि सब विधि सुखकारी ॐ जय भगवद्गीते रागद्वेषविदारिणि कारिणि मोद सदा ॐ कारिणि मोद सदा भवभयहारिणि तारिणि भवभयहारिणि तारिणि परमानन्दप्रदा ॐ जय भगवद्गीते आसुरभावविनाशिनि नाशिनि तमरजनि ॐ नाशिनि तमरजनि दैवी सद्गुणदायिनि दैवी सद्गुणदायिनि हरिरसिका सजनी ॐ जय भगवद्गीते समदा सिखावनि हरिमुख की वाणी ॐ हरिमुख की वाणी सकल शास्त्र की स्वामिनि सकल शास्त्र की स्वामिनि श्रुतियों की राणी ॐ जय भगवद्गीते दया सुधा बरसावनि माधु कृपा की जय ॐ माधु कृपा की जय हरिपद प्रेम दान कर हरिपद प्रेम दान कर अपनो कर लीजय ॐ जय भगवद्गीते ॐ जय भगवद्गीते ॐ जय भगवद्गीते।